എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബറും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നവരും എല്ലാവരും ചോദിച്ചിരിക്കുന്ന ഒരു ബ്ലൗസാണ് ഹൈനെക്ക് ബ്ലൗസ്. ഒരു പല വീഡിയോ കണ്ടിട്ടും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തമായ രീതിയിൽ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈനെക്കിൻ്റെ ഏതളവും വെട്ടാനുള്ള ഒരു പുതിയൊരു ഐഡിയ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഷർമെൻറ്റ് കിട്ടിയാൽ ഹൈനെക്ക് നമുക്ക് എങ്ങനെ വെട്ടാം എന്നതിനെക്കുറിച്ചും ഇതിൻ്റെ കൈക്കുഴിയുടെ ഷേപ്പിനെക്കുറിച്ചും ഹൈനെക്കിൽ നമ്മൾ സാധാ ബ്ലൗസിൽ നിന്നും വ്യത്യാസം വരുത്തേണ്ട പല രീതിയും ഈ ഹൈനെക്ക് ബ്ലൗസ് കട്ടിങ് പഠിച്ചാൽ ഈ ഹൈനെക്കിൻ്റെ മോഡൽ നമുക്ക് പല ചുരിദാറിനും മറ്റ് ചുരിദാറില്ലാതെ ഷോർട്ട് ടോപ്പിനും ഒക്കെ ഇതിൻ്റെ തിയറി നമുക്ക് തിരിച്ചും ഉപയോഗിക്കുന്നതാണ്. ആ ഉപയോഗിക്കുന്ന രീതികളെ പറ്റിയുള്ള കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം. സമയം കളയാതെ കട്ടിങ്ങിലേക്ക് തന്നെ പോകാം. എപ്പോഴും നമ്മൾ സാധാ ബ്ലൗസിന് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഈ 14 ഇഞ്ച് എപ്പോഴും മാർക്ക് ചെയ്യുന്നു. ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തു, ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ ഈ 33 ഇഞ്ച് ഇതിൻ്റെ കണക്കും പ്രകാരം നമുക്ക് ഷോൾഡർ വരേണ്ടത് 5.25 ഇഞ്ചാണ്. അപ്പോൾ ഹൈനെക്ക് വെക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂടുതൽ വെക്കണം. സാധാരണ നമ്മളെ ബോഡി വണ്ണത്തിൻ്റെ 6ൽ 1 കൈക്കുഴിയും ഷോൾഡറും വെക്കുന്നത്. ഇത് നമ്മൾ ഷോൾഡർ മാത്രം നമ്മൾ 1 ഇഞ്ച് കൂട്ടി 6.5 ഇഞ്ച് ഇല്ലെങ്കിൽ 6.25 ഇഞ്ചിൽ തികച്ചും നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 6.5 തന്നെ മാർക്ക് ചെയ്യുന്നു. 13 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/4 ഇഞ്ച് കുറച്ച് ഇവിടെ നിന്നും 6.25 കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. ഞാനൊരു മാർക്ക് കൊടുക്കുക. ഇനി ഒരു 3.5 ഇഞ്ച് മാർക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തോണം. കൊടുത്തിട്ട് ചെറിയൊരു 1/4 ഇഞ്ച് ഷോൾഡറും മാർക്ക് ചെയ്യണം. ഇനി നമ്മുടെ 33.5 ഇഞ്ചാണ് നമ്മുടെ ബോഡി വണ്ണം. അതിൻ്റെ കൂടെ 4ഉം കൂടെ ചേർക്കുമ്പം 37.5 കിട്ടും. അതിൻ്റെ 4 9.25 പോയിൻറ്റും തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് 28 ഇഞ്ചാണ് ഇടുപ്പ് വണ്ണം. അതിൻ്റെ 4 7 മാർക്ക് ചെയ്യുന്നു. ബാക്ക് ഡാട്ട് നമ്മുടെ ഈ ബ്ലൗസിനില്ല. അഥവാ ഉണ്ടെങ്കിൽ 3/4 ഇഞ്ച് ഈ ഭാഗത്ത് കയറ്റി 4 ഇഞ്ച് വരുന്ന പോലെ കൊടുത്താൽ മതി. നമ്മുടെ ഈ മെഷർമെൻറ്റിന് ബാക്ക് ഡാട്ട് ഇല്ല. 1.25 ഇഞ്ച് തീർച്ചയായിട്ടും തയ്യൽ തുമ്പ് കൊടുക്കണം. ഇതിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് ഓർക്കേണ്ട കാര്യം, സാധാരണ ഷോൾഡർ മാർക്കിൽ നിന്നും 1 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഈ ഭാഗത്ത് ഓർത്തോണം. അത്രയും ഭാഗം ഇതുപോലൊരു സ്കെച്ച് വരച്ചിട്ട് ഇതുപോലെ തന്നെ ബുക്കിൽ കുറിച്ചിടണം. ഈ ഭാഗത്ത് 1/4 ഇഞ്ച് ഷേപ്പ്, പിന്നെ ഷോൾഡറിൻ്റെ കാര്യത്തിൽ 1 ഇഞ്ച് സാധാരണ അളവിൽ നിന്നും നമ്മൾ കൂട്ടിയിടുന്നു. ഇനി കൈക്കുഴിയുടെ സെൻറ്റർ, കറക്റ്റ് സെൻറ്റർ 3ഉം 1 പോയിൻറ്റും ഈ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതായത് ഈ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഈ സെൻറ്ററിൽ നിന്നും ഈ 1.5യുടെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ റൗണ്ട് പോകണം ഇവിടുന്ന്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അഥവാ എൻ്റെ കൂടെ വെട്ടിപ്പോകുന്നവരാണ് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ വെട്ടിപ്പോവുക. നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അധികം വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, കാരണം തുടർന്നും നല്ലപോലെ ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ട് പീസിൻ്റെ പറഞ്ഞു തരാനുണ്ട്. ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുന്നു. നല്ലപോലെ ഈ റൗണ്ടും കൂടിയും പോകില്ല കുറഞ്ഞും പോകില്ല, ഇതുപോലെ തന്നെ ഇരിക്കണം. ഇതേ ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ കൈയും നമ്മൾ വെട്ടി ബാക്ക് സൈഡ് എടുക്കുന്നത്. ഇത്രയും ഭാഗം തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി ഇതുപോലെ തന്നെ ബുക്കിൽ വരച്ചിടുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോകാം. ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ തന്നെ ഇടണം. ഇങ്ങനെ നമുക്ക് ഏകദേശം 3 ഇഞ്ച് 3.5 ഇഞ്ചോളം ഇവിടെ കിട്ടുന്നത് പോലെയുള്ളൂ ബാക്ക് പീസ് ഇടാവുള്ളൂ. അത് 36 ഇഞ്ച് വീതിയിൽ നിങ്ങൾക്ക് തുണി എങ്ങനെ വരുന്നോ അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ വരച്ചു വെക്കണം. അത് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം. കൃത്യമായി തന്നെ അതുപോലെ തന്നെ ബുക്കി വരച്ചിട്ട ഹൈനെക്ക് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ തന്നെ ഒരു സ്കെച്ച് 1-2 പ്രാവശ്യം
വെട്ടിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് നിൽക്കും. ഈ സൈഡിൽ നമ്മൾ 4 ഇഞ്ച് തുമ്പ് കൊടുക്കണം. മേല് ഭാഗത്ത് 3.5 ഇഞ്ച് ബോക്സ് പോലെ ചെയ്യണം. അപ്പം അത് നമുക്ക് അതിലേക്ക് കാണിച്ചു തരാം. 4 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. ഇങ്ങനെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഈ സ്കെയിൽ കൊണ്ട് കറക്റ്റ് ഇങ്ങനൊരു ലൈൻ കൊടുക്കണം. ഇത്രയും ഈ 4 ഇഞ്ച് എപ്പോഴും മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ബ്ലൗസിന് എപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ ഇവിടുന്ന് 1.5 ഇഞ്ച് ഇതാ ഇവിടുന്ന് മാർക്ക് ചെയ്യും. ഇത്രയും മാർക്ക് നിങ്ങൾ ബുക്കിൽ വരച്ചിടുകയോ ഇല്ല എന്നോടൊപ്പം വെട്ടിപ്പോകുകയോ ചെയ്യണം. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. ഹൈനെക്ക് എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഒരു തിയറി മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുന്ന് 3 ഇഞ്ച് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഡാട്ടിന് മാർക്ക് ചെയ്യും. ഇങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യും. ഇങ്ങനൊരു മാർക്കും കൊടുക്കണം. മെയിൻ ഡാട്ടിന് നമ്മൾ കൊടുക്കുന്നുള്ള ഈ ബാക്ക് പീസ് മാറ്റി 4.5 ഇഞ്ച് 2 സൈഡിലും ബെൽറ്റിനുള്ളത് മാർക്കും ഇതിനോടൊപ്പം തന്നെ കൊടുത്തോണം. ഇത്രയും ഭാഗം നിങ്ങൾ വരച്ചിട്ടു. നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 4 ഇഞ്ചിൽ നിന്നും 3.5 ഇഞ്ച് ഇതാ 4 ഇഞ്ച് തള്ളിയിട്ട് വേണം. 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് ഇവിടുന്ന് തന്നെ മേളിലോട്ട് മാർക്ക് ചെയ്തു. ഇങ്ങനെ സ്ക്വയറായിട്ടൊരു ബോക്സ് പ്രത്യേകം വരയ്ക്കുക. ഇതുപോലൊരു സ്ക്വയർ ബോക്സ് ഈ ഫ്രണ്ട് ബാഗിൽ നിന്ന് മേളിലോട്ട്. അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇതാ ഇതുപോലെ തന്നെ ഷോൾഡർ ഷേപ്പ്. ഇത്രയും വെട്ടിയാൽ ഫ്രണ്ട് പീസിൻ്റെ ഒരു മാർക്കിംഗ് കഴിഞ്ഞു. ഇനി ബാക്ക് പീസ് മാറ്റിയിട്ടാണ് നമുക്ക് വെട്ടേണ്ടത്. അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾ ഇതുപോലെ തന്നെ ബുക്കിൽ വരച്ചിടുകയും ഇല്ലെങ്കിൽ എന്നോടൊപ്പം വെട്ടിപ്പോവുകയും ചെയ്യുക. പെട്ടെന്ന് ഹൈനെക്കിൻ്റെ ഒരു തിയറി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൈനെക്ക് വളരെ ഈസിയായിട്ട് തന്നെ വെട്ടിയെടുക്കാനും പറ്റും. ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുക. ഈ ഷോൾഡറും കൈക്കുഴിയും ഒക്കെ ഞാൻ വെട്ടുന്ന പോലെ തന്നെ ഈ ഭാഗവും വെട്ടി ചെയ്ത് സാധാരണ നമ്മൾ ബ്ലൗസ് വെട്ടുന്ന പോലെ തന്നെ കൈക്കുഴി ഇങ്ങനെ തന്നെ വെട്ടുക. ഈ ഭാഗം വരുമ്പോൾ നേരെ സ്ക്വയർ വെട്ടിയിട്ട് ഒരു 4 ഇഞ്ച് നമ്മൾ എങ്ങനെ ഫ്രണ്ട് ബാക്ക് പീസിന് കൊടുത്തോ അതുപോലെ തന്നെ വെട്ടിയെടുത്ത് ഇതാ ഇങ്ങനെ തന്നെ വെട്ടുക. ഇത്രയും ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസുമായിട്ടുള്ള ഒരു മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബോക്സ് പോലെ 3.5 ഇഞ്ചിൽ വെട്ടുന്ന കാര്യം പ്രത്യേകം മറക്കരുത്. അത് 4 ഇഞ്ച് ഇവിടുന്ന് തള്ളിയിട്ട് വേണം വെട്ടാൻ. ഇല്ലെങ്കിൽ 3.25 മൊത്തം മാർക്ക് ചെയ്തു. അപ്പോൾ 4 ഇഞ്ച് തള്ളുന്ന കാര്യം കൂടെ പറഞ്ഞു തരാം എന്ന് കരുതിയാണ് ഞാൻ അത്രയും കാണിച്ചു തന്നെ. ഇനി നമുക്ക് ബാക്ക് പീസ് വേണം നമുക്ക് മാറ്റിയെടുക്കാം. ബാക്ക് പീസ് നമുക്കിങ്ങനെ അങ്ങ് മാറ്റാം. ഈ ബാലൻസ് കട്ട് പീസ് മാറ്റിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇതാ ഇങ്ങനൊരു പാറ്റേണിലാണ് ഫ്രണ്ട് പീസ് വരുന്നത്. വിശദീകരിച്ച് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാണുന്നുണ്ടോ? ബെൽറ്റ് പീസ്, ഫ്രണ്ട് പീസ്, നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്ന 3.5 ഇഞ്ച് ബോക്സ്. ഇത്രയും തന്നെ ഒരു പാർട്ടായിട്ട് നിങ്ങൾ വരയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പ്രത്യേകം ഈ 4 ഇഞ്ചിന് ഒരു മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ 4 ഇഞ്ച് കൂട്ടിയാണെങ്കിലും മാർക്ക് ചെയ്തോ. ഇതാ ഒരു മാർക്ക് കൂടെ ഞാൻ വരച്ചേക്കാം. അവിടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ 1 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തോണം. 1 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു. ഈ 2 മാർക്ക്. അത്രയും ഭാഗം മനസ്സിലായല്ലോ. ഒന്നര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മാർക്കിൽ നിന്നും 2.25 നെക്കിൻ്റെ വിത്തും മാർക്ക് ചെയ്തോണം. അത്രയും ഭാഗം നിങ്ങൾ മറന്നു പോകാതെ തന്നെ മാർക്ക് ചെയ്യണം. ഇത് ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്. 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നെക്കിൻ്റെ വിത്ത് 2.25 മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ഇത് ക്രോസിൽ തന്നെ വരച്ചു വെക്കും. ഇങ്ങനെ ക്രോസിൽ തന്നെ നമ്മൾ ഒരു വര കൊടുക്കണം. അത് കൊടുത്തു വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹൈനെക്കിൻ്റെ അപൂർണമായിട്ടുള്ള ഷേപ്പ് കിട്ടുകയുള്ളൂ.
ഈ ഭാഗത്ത് ഈ ഷോൾഡറിൽ ഇങ്ങനെ ഒരു വര കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് ഈ നെക്കിൻ്റെ സ്കെച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനസ്സിലായി കാണും നിങ്ങൾ. 1 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു, 2.25 ഇവിടെ മാർക്ക് ചെയ്തു, ഈ നെക്കിൻ്റെ ഇവിടെയും 2.25 മാർക്ക് ചെയ്തു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയാണ് നമ്മൾ ഹൈനെക്കിൻ്റെ ഷേപ്പിലേക്ക് പോകുന്നത്. ഇതാ വരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനെ റൗണ്ട് വരച്ച് ഈ മാർക്കിൽ മുട്ടിച്ച് ഇവിടുന്ന് നമ്മളിങ്ങനെ 1.5 ഇഞ്ചിൽ ടച്ച് ചെയ്ത് കണ്ടോണം വരയ്ക്കുന്നത്. കണ്ടോ, ടച്ച് ചെയ്ത് ഈ 1 ഇഞ്ചിലേക്ക് ഈ ഹൈനെക്ക് കയറണം. മനസ്സിലായോ? ഇതാണ് ഹൈനെക്കിൻ്റെ നെക്കിൻ്റെ മാർക്ക്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാനൊന്നും കൂടെ വൈഡായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വെട്ടി ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഈ 1.5 ടച്ച് ചെയ്ത് ഇങ്ങനെ 1 ഇഞ്ചിൽ ചെന്ന് അവസാനിക്കണം. ഇങ്ങനെയാണ് ഹൈനെക്കിൻ്റെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു ബുക്കിൽ വരച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് മാർക്ക് ചെയ്യുന്ന അടിവശത്ത് നിന്ന് തന്നെ നമ്മൾ അത് മാർക്ക് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ചോണം. ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, മാർക്ക് ചെയ്ത് ഇങ്ങനെ പോയി ഇങ്ങനെ നമ്മൾ ഈ 1ലേക്ക് മുട്ടിക്കണം. ഇതാണ് ഹൈനെക്കിൻ്റെ യഥാർത്ഥമായ മാർക്കിങ്. ഇനി നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ 10-1 1/2 ഇഞ്ചും കൂടെ ചേർത്ത് നമ്മൾ 3.25 ഇവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഇവിടുന്ന് വിട്ടിട്ട് 9.25 മെയിൻ ഡാട്ടിൻ്റെ മാർക്ക്. ഇതിങ്ങനെ ഒരു മാർക്ക് നേരെ നമ്മൾ ഈ ബാൻഡ് വരെ തന്നെ കൊടുക്കുന്നു. ഇതാണ് മെയിൻ ഡാട്ടിൻ്റെ നമ്മുടെ മാർക്ക്. നമ്മൾ 3/4 ഇഞ്ച് ഇവിടെ അളവ് കൊടുക്കുന്നു. ഇത് കൊടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ തന്നെ ബെൽറ്റിന് മാർക്ക് ചെയ്യുന്നു. ഈ ബെൽറ്റ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ബെൽറ്റ് ആദ്യമേ കട്ട് ചെയ്തെടുക്കുന്നു. ബെൽറ്റ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പവുമില്ല. ഇനി നമ്മളിവിടെ നമുക്ക് പഴയ മാർക്ക് 4 ഇഞ്ച് കിടപ്പുണ്ട്. അപ്പോൾ 28 ഇഞ്ചാണ്. 28 ഇഞ്ചിൻ്റെ 4/1 7 മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ശരിക്ക് ഇങ്ങനെ നമ്മൾ നല്ല ക്രോസിൽ സ്കെയിൽ കൊണ്ട് വരച്ചിട്ട് ബെൽറ്റ് ആദ്യമേ റെഡിയാക്കുന്നു. ബെൽറ്റിൻ്റെ ഷേപ്പ് കണ്ടല്ലോ എത്രത്തോളം കറക്റ്റായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇനി 4 ഇഞ്ച് ഇവിടുന്ന് എടുത്ത് കളയും. അത് ഈ ഒരു സെൻട്രൽ ലൈൻ വരെ വരാവുള്ളൂ. അത് എടുക്കുമ്പോൾ കുത്തനെ കാലെടുക്കൽ ചെറിയൊരു ഓവൽ ഷേപ്പിൽ എടുത്തു വിടണം. ഇത്രയും മനസ്സിലായല്ലോ. നമുക്ക് ഇത് മാറ്റാം, ബാക്ക് പീസ് മാറ്റാം. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിലുള്ള മാർക്കാണ് കിടക്കുന്നത്. അതിന് നമ്മൾ 3 ഇഞ്ച് വിത്താണ് മെയിൻ ഡാട്ടിന് കൊടുക്കുന്നത്. 3 ഇഞ്ച് 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. കണ്ട, ഇങ്ങനെ മാർക്ക് ചെയ്തു. 1 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൈക്കുഴി എടുക്കുന്നത്. സാധാരണ നമ്മൾ 1.25 കൊടുക്കും, പക്ഷേ ഇത് 1 ഇഞ്ച് എടുത്താൽ മതി. എന്നിട്ട് 3.25 ഇഞ്ച് ഈ മെയിൻ ഡാട്ടിൽ നിന്നും കയറ്റി നമ്മൾ സെൻട്രൽ ഡാട്ട് മാർക്ക് ചെയ്യുന്നു. 1 ഇഞ്ച് ഇവിടെ കുറച്ചിട്ട് 3/4 ഇഞ്ച്, ഏകദേശം 3/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും വരുന്നത് പോലെ ഇവിടെ 1.25 ഇഞ്ചിൽ കയറിപ്പോകല് ഇവിടെ നിൽക്കുന്നത് പോലെ നമ്മൾ ഫ്രണ്ടും കുഴിച്ചു വെട്ടുന്നു. ഇതെങ്ങനെ ഇങ്ങനെ കുഴിച്ചു വെട്ടുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ഏകദേശം ഓക്കെ ആയി. കൈക്കുഴി ഡാട്ടും കൂടെ ഇവിടുന്ന് കൊടുക്കുന്നു. അതായത് നമ്മുടെ സെൻട്രൽ ഡാട്ടിൽ നിന്നും 1.25 ഇഞ്ച് മാറി നിൽക്കുന്ന പോലെ കൈക്കുഴി ഡാട്ടും നമ്മൾ കൊടുക്കുന്നു. കണ്ട, ഇപ്പോൾ ഹൈനെക്കിൻ്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ എപ്പോഴും നമ്മൾ എടുക്കുന്ന പോലെ 3/4 ഇഞ്ച് ഇവിടുന്ന് എടുത്തു വിടുന്നു, 3/4 ഇഞ്ച് ഇവിടുന്നും എടുത്തു വിടുന്നു. ഹൈനെക്ക് നല്ലതുപോലെ നിൽക്കാൻ വേണ്ടി പേപ്പർ ക്യാൻവാസിൽ നമുക്ക് ഒരു നെക്ക് വെട്ടിയെടുത്ത് റെഡിയാക്കുന്ന രീതിയിൽ ആക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹൈനെക്ക് നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ പേപ്പർ ക്യാൻവാസിൽ വെട്ടുന്ന ഒരു രീതിയും കൂടെ ഇപ്പം തന്നെ നമുക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്രയും ഭാഗം നിങ്ങൾ എഴുതിയിടുകയും കുറിച്ചിടുകയും ചെയ്യുക. ഇനി നമുക്ക് കൈ വെട്ടുന്നതിലേക്ക് പോകാം.
അതിനു മുമ്പായി തന്നെ നമ്മൾ വെട്ടിയ ഭാഗം കൂടെ നമുക്കൊന്ന് നോക്കാം. സൈഡ് നമുക്കൊന്ന് ഒത്തു നോക്കണം. എപ്പോഴും ഞാൻ വെട്ടുമ്പോൾ സൈഡിൻ്റെ കാര്യം നിങ്ങളോട് പറയാറുണ്ട്. സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഡാട്ട് ഇങ്ങനെ സൈഡ് ക്ലിയർ ചെയ്തിട്ട് എപ്പോഴും നിങ്ങൾ വെട്ടുന്ന ബ്ലൗസിൻ്റെ സൈഡ് ഒരു കാരണവശാലും ഫ്രണ്ട് സൈഡ് കുറയാതെ പ്രത്യേകം നോക്കിക്കോണം. അത് ബ്ലൗസിൻ്റെ ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഫ്രണ്ട് വെട്ടുന്ന കാര്യം. എപ്പോഴും നോക്കിക്കോണം ഈ ഭാഗം. നമ്മൾ വെട്ടിക്കഴിഞ്ഞ് ഒരു കാരണവശാലും ഇതിന് വ്യത്യാസം വരരുത്, കറക്റ്റായിരിക്കണം. ഒരുപാട് കംപ്ലൈൻറ്റിന് കാരണം ആകുന്നതാണ് ഫ്രണ്ട് വശം നമുക്ക് കുറഞ്ഞു പോയാൽ വരും. അപ്പോൾ ഈ കൃത്യമായ കണക്കിൽ വെട്ടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്രണ്ട് കുറവ് വരത്തേയില്ല. ഇനി നമുക്ക് പോകേണ്ട കൈ വെട്ടുന്നതിലേക്ക് പോകാം. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്നത് തന്നെ കൈ ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. സാധാ കൈ തന്നെയാണ്, പഫ് സ്ലീവ് ഒന്നുമല്ല. അപ്പം നമുക്കതിന് 8.5 ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്തു. ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ച് നമുക്ക് 7.25 7.5 കൈക്കുഴി നമുക്ക് കിട്ടണം. 10.5 ഇഞ്ചാണ് കൈ ലൂസ്, അത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 10.5 നമ്മൾ എഴുതിയിടണം, തയ്ക്കുന്നവർക്ക് ആ ലൂസ് നോക്കി പിടിക്കുക. 4 ഇഞ്ച് ഈ മാർക്കിൽ നിന്ന് കൈ കുഴിച്ച് വെട്ടുന്നു. കുഴിച്ച് വെട്ടിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ടിൽ വരയ്ക്കണം. ഇതുപോലെ കൈ വെട്ടുന്ന റൗണ്ടിൽ വരച്ചിട്ട് ഇങ്ങനെ നമുക്ക് 7.25 7.5 തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഒരു മാർക്ക് കൊടുക്കണം. ഇത്രയും ഒരു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് നമ്മൾ എടുത്തിട്ട് എപ്പോഴും നിങ്ങൾ നോക്കണം. അതിൻ്റെ അകത്ത് ഒരു ഉദ്ദേശ അളവിലൊന്നും ഒരിക്കലും കട്ട് ചെയ്യില്ല. 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ 7.5 ഇഞ്ചിൽ 7.25 മാർക്ക് ചെയ്തത് എത്രത്തോളം കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് നോക്കിയിട്ടേ ഉള്ളൂ മാർക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് വെച്ച് നമുക്ക് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും മാർക്ക് ചെയ്യാം. ഞാനതൊന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പം ഈ ബാക്ക് പീസ് വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. ഇതിവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. 1/4 ഇഞ്ച് കൈ എപ്പോഴും കൂടി നിൽക്കുന്നത് നല്ലതാണ്. നമ്മൾ കൈ പിടിപ്പിക്കാൻ നേരം നമുക്ക് സെൻറ്റർ ഒരു കാരണവശാലും തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുക. ഷേപ്പ് സ്കെയിലിന് ഇങ്ങനൊരു മാർക്ക് കൊടുക്കണം. ഇവിടെ മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൈ വെട്ടിയെടുക്കുന്നു. ഇനി കൈക്കുഴി നമ്മൾ ഇത് ചെയ്യുന്ന കാര്യം, ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1.25 ഇഞ്ച് ഇവിടുന്ന് തള്ളി 2 ഇഞ്ച് ഇവിടുന്നും തള്ളി ഇങ്ങനെ 1.25 ഇഞ്ച് ഇവിടെ തള്ളണം. 2 ഇഞ്ച് ഈ ഭാഗത്തുനിന്ന് തള്ളണം. തള്ളിയിട്ട് ഇതിൻ്റെ രണ്ടിലും നടുക്ക് വരുന്ന 5 ഇഞ്ച് വന്നിട്ടുണ്ട്. ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് 3/4 ഇഞ്ച് കുറയുന്ന പോലെ തന്നെ വേണം ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടാൻ. അപ്പം നമ്മുടെ ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയതും കൈയുടെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നതും അനുപാതം ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൈ പിടിക്കുമ്പം അതിൻ്റെ അനുപാതത്തിൽ കിട്ടുന്നത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷേപ്പിൽ വരികയുള്ളൂ. ഇത് ഏകദേശം ഈ ഒരു ഷേപ്പ് നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ എടുത്ത് വെട്ടിയ തുണിയുടെ ഒരു ഷേപ്പ്. അതുപോലെ തന്നെ വേണം ഫ്രണ്ട് പീസിൻ്റെയും വരാൻ. അപ്പോൾ ഇത് പ്രത്യേകം കൈയുടെ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ വെട്ടിയിരിക്കുന്നത് ഹൈനെക്കിൻ്റെ ബാഗ് പീസ് വെട്ടി, ബെൽറ്റ് പീസ് വെട്ടി, ഫ്രണ്ട് പീസ് പറഞ്ഞ പോലെ തന്നെ വെട്ടിയിട്ടുണ്ട്. ബോക്സ് പോലെ 3.5 ഇഞ്ചെല്ലാം കാണിച്ചു തന്നു. കൈയും അതുപോലെ വെട്ടിയിട്ടുണ്ട്. ഇതതിൻ്റെ സപ്ല പീസാണ്. ഇനി നമുക്കൊരു കാര്യം കാണിച്ചു തരാനുള്ളത്, നമ്മൾ ഈ ക്യാൻവാസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെട്ടിയിട്ട് ഒട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്ലൗസ് നല്ല ഇതിൽ നിൽക്കും. അതെങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു പേപ്പർ ക്യാൻവാസ് മേടിച്ചിട്ട് ഇതുപോലെ തന്നെ ഫ്രണ്ട് മടക്കിയിട്ടിട്ട് ഈ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ക്യാൻവാസ് വരച്ച് വെട്ടിയെടുക്കണം. വരച്ച് വെട്ടിയെടുത്തതിന് ശേഷം 1 ഇഞ്ച് ഇവിടെ ഇങ്ങനെ തള്ളി ഇട്ടിട്ട് അത് ഒട്ടിച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ ഒരുപാട് നല്ല വൃത്തിയിൽ തന്നെ ഈ ഹൈനെക്കിൻ്റെ ബ്ലൗസ് ആ കോളറിൻ്റെ ഷേപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിക്കും. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ഇട്ട് തന്നെ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്കെയിൽ എടുത്തിട്ട് സ്കെയിലിൽ നമ്മളിതാ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഇവിടെ സ്ക്വയർ തന്നെ ഇങ്ങനെ തന്നെ ഒരു മാർക്ക് കൊടുക്കണം. മാർക്ക് കൊടുത്തിട്ട്
ഈ തയ്യൽ തുമ്പ് കൂട്ടിയുള്ള 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യണം. ഈ ഭാഗത്തും ഇതിങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ 1.5 ഇഞ്ച് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് സൈഡും കൊടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. 6 ഇഞ്ച് താത്തുള്ള 2.25 ഇവിടെ മാർക്ക് ചെയ്യണം. 2.25 ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ സ്ക്വയർ വരയ്ക്കണം. ആദ്യം നമ്മൾ നെക്കിന് എങ്ങനെയാണ് സ്ക്വയർ വരച്ചോ അതുപോലെ തന്നെ സ്ക്വയർ വരച്ചിടുക. വരച്ചിട്ടിട്ട് കണ്ടോ, നെക്കിൻ്റെ എങ്ങനെ ഷേപ്പ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻവാസിൽ അത് വരച്ചെടുക്കണം. അത് ഒട്ടിക്കുമ്പോൾ വളരെയധികം ക്ലിയറിൽ നമുക്ക് നിൽക്കും. ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് ഈ റൗണ്ട് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് ഈ 1.25 നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലേ, മാർക്ക് ചെയ്യലോട്ട് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഡോട്ടിട്ട് ഈ മാർക്കിലേക്ക് കൊള്ളിക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ 1 ഇഞ്ച് തള്ളിയെടുക്കണം. ഇങ്ങനെ 1 ഇഞ്ച് തള്ളി ഈ റൗണ്ടിന് 1 ഇഞ്ച് തള്ളിയെടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊണ്ടോ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്താൽ ഹൈനെക്ക് നല്ല ക്ലിയറായിട്ട് നിൽക്കും. നൈസ് പേപ്പർ ക്യാൻവാസ് മേടിച്ചിട്ട് അങ്ങനെ തന്നെ വെട്ടിയാൽ മതി. ഇതേ തന്നെ 1 ഇഞ്ച് വീതിയിൽ റൗണ്ട് ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കണം. കൃത്യം നിങ്ങൾ എങ്ങനെ ഹൈനെക്കിൻ്റെ ആ ഒരു ഷേപ്പ് മനസ്സിൽ പ്രതീക്ഷിച്ചോ അതുപോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. പേപ്പർ ക്യാൻവാസിൽ ഹൈനെക്ക് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കറക്റ്റ് ഒരളവ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ തന്നെ വെട്ടിയെടുത്ത് ഇതേ മോഡലിൽ തന്നെ അത് തയ്ക്കാൻ ശ്രമിക്കുക. ഹൈനെക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അതും കൂടെ പോസ്റ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇട്ടാൽ മതി, പറഞ്ഞു തരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഹൈനെക്കിൻ്റെ വീഡിയോ നിങ്ങൾ പലരും ചോദിച്ച വീഡിയോ നമുക്ക് പൂർണ്ണമാവുകയാണ്. ഒരു പീസിൽ ഒട്ടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഈ പീസിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ട് വെട്ടാൻ പറ്റും. വെട്ടുവാണെങ്കിൽ കൃത്യമായി തന്നെ ഹൈനെക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 4 ഇഞ്ച് കട്ടിയുള്ള വക്കരമാണ്, കളഞ്ഞേക്കണം. ഇവിടെയും തയ്യൽ തുമ്പ് എടുത്ത് കളഞ്ഞിട്ട് ജോയിൻറ്റ് ചെയ്യുക, കറക്റ്റായിട്ടിരിക്കും. ഇനി കനം കുറഞ്ഞ വക്കരമാണെങ്കിൽ അതിൽ കൂട്ടി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഹൈനെക്ക് ബ്ലൗസൊക്കെ നിങ്ങൾ വെട്ടി തയ്ച്ച് പഠിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക് യു.